ഇറ്റ്സ് മീ ചിക്കുസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറീസ് ഓഫ് ചിക്കുസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ അങ്ങനെ വീണ്ടും കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് തങ്ങയിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിന്ന് ഓരോ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഓവനും ബീറ്റർ ഉപയോഗിക്കേണ്ട ഓവനും വേറെ ഒന്നുമില്ലാണ്ട് സിമ്പിളായിട്ട് ഓരോ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോവാം. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. കറക്റ്റ് 30 രൂപയാണ്. ശരിക്കത്തെ ഓറിയോൻ്റെ തന്നെയാണ് കേട്ടോ. ഓറിയോൻ്റെ ഡാർക്ക് ഫാൻറ്റസി ഉണ്ടാവും, നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഓറിയോൻ്റെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓറിയോൻ്റെ ഉള്ളിലത്തെ വെള്ള ക്രീം മാറ്റിയിട്ട് നമുക്ക് ഓറിയോൻ്റെ പുറത്തുനിന്ന് ക്രീമാക്കാൻ പോവാണ് കേട്ടോ. വേറെ വിപ്പിംഗ് ക്രീമൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഓറിയോൻ്റെ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിൽ വെള്ള ക്രീം വെച്ചിട്ടാണ് നമ്മൾ ക്രീം പോലെ ഓറിയോൻ്റെ കേക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ബ്ലാക്ക് കളർ ബിസ്ക്കറ്റിൻ്റെ ഈ ക്രീം ഒഴിച്ച് ബാക്കിയുള്ളത് നമുക്ക് അധികം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഈ ക്രീം ഒരു പ്ലേറ്റിൽ നമുക്ക് വേർതിരിച്ച് വെക്കാം. ഈ ബിസ്ക്കറ്റിൽ ശരിക്കും 15-15ഓളം ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്രീമുകളൊക്കെ സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പോവാണ്. ഈ ബ്ലാക്ക് കളർ ബിസ്ക്കറ്റിൻ്റെ നമ്മുടെ ഇവിടെ മിക്സി ജാറിലിട്ട് പൊടിക്കണം. അപ്പോൾ നമ്മൾ ക്രീമും ഈ ബിസ്ക്കറ്റൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പം നമുക്കിത് പൗഡർ പോലെ കിട്ടിയിട്ടുണ്ട്. ഈ രൂപത്തിലാണ് നമുക്ക് ആക്കേണ്ടത് കേട്ടോ. നമ്മളത് ഒരു പാത്രത്തിലിട്ട് വയ്ക്കുക. നമ്മളിപ്പോൾ പൊടിച്ചത് ഒരു പാത്രത്തിലിടുക. ഇനി നമുക്ക് അടുത്തത് നമ്മൾ കേക്കിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് പൊടി. അപ്പോൾ നമ്മൾ അതിന് അടുത്തത് പഞ്ചസാര പൊടിക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ മിക്സി ജാറിൽ തന്നെ ഇട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഓറിയോൻ്റെ ബാക്കി പൊടികളുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇടുമ്പോൾ ഈ ഓറിയോയുടെ ഉള്ളിലത്തെ ഈ ഫ്ലേവർ പഞ്ചസാരയ്ക്ക് ചേരുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര ഇതിലിട്ടിട്ട് കുറച്ച് അത്യാവശ്യം പഞ്ചസാര കേട്ടോ, ഇത്ര ഇട്ടാൽ മതി. ഒരു 2-4 സ്പൂൺ പഞ്ചസാര ഇട്ട് നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര പൊടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇപ്പോൾ ഫൈനായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആക്കണം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഈ കപ്പിൻ്റെ പകുതി നമ്മൾ പാൽ ഒഴിച്ചിട്ടുണ്ട്. വലിയ കപ്പിൻ്റെ പകുതി പാൽ ഒഴിച്ചിട്ടുണ്ട്. ഈ പാല് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച ഓറിയോൻ്റെ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കുക. ഒപ്പം തന്നെ പാലൊഴിക്കുമ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കൈയോടെ തന്നെ. കുറച്ച് പാലൊഴിക്കുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ സ്പൂൺ കൊണ്ട് വെച്ച് നന്നായിട്ട് ഇളക്കണം. ഇപ്പം നമ്മുടെ പാലൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട്. നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച് പഞ്ചസാര പൊടി കുറച്ചായിട്ട് പഞ്ചസാര പൊടിച്ചത് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായി ഇളക്കുക. അപ്പം നമ്മൾ കുറച്ചാണ് ഓരോ കേക്ക് കുറച്ചാണ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അധികമൊന്നും ഉണ്ടാവില്ല, കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോഴത്തേക്ക് വേണ്ടി ചെയ്യേണ്ടതാണ് കേട്ടോ. നിങ്ങളപ്പോൾ ചെയ്യുമ്പോൾ 2 പാക്കറ്റ് ഓറിയോ വാങ്ങിക്കുക കേട്ടോ. നമുക്ക് പഞ്ചസാര പൊടി കുറച്ച് ചേർത്തിട്ട് കൈയോടെ തന്നെ ഇളക്കി ചേർക്കുക. അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ 10 രൂപയുടെ ബേക്കിംഗ് സോഡയാണ് ഉള്ളത്. അതിൻ്റെ കുറച്ച് ഒഴിക്കുക. ഇത് പാക്കറ്റായിട്ടാണ് ബ്ലാക്ക് ഫോറസ്റ്റിലൊക്കെ ഈ ബേക്കിംഗ് സോഡയാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു അത്യാവശ്യം ഒഴിക്കുക ബേക്കിംഗ് സോഡ. കാരണം ഇത് കുറവാണ്, അപ്പോൾ പൊന്തി വരണം. അപ്പോൾ അത്യാവശ്യം ഒഴിക്കുക. അപ്പോൾ നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് വെക്കാനുള്ള ബേക്കിംഗ് പാത്രമാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ ആ ഷേപ്പിലുള്ള ബട്ടർ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ആ ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ വെച്ചിട്ട് ഏതാണ് പാത്രത്തിൻ്റെ ഷേപ്പ്, ആ പാത്രത്തിൻ്റെ ഷേപ്പ് വെച്ചിട്ട് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് അപ്പോൾ റൗണ്ട് ഷേപ്പിൽ നമ്മൾ കത്തിരിക്ക വെച്ച് കട്ട് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ഉള്ളിൽ ഒഴിച്ചെടുക്കുക. ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും. കാരണം എന്നിട്ട് ഈ പാത്രം മൊത്തം ഓയില് സ്പ്രെഡ് ചെയ്ത് ഗ്രീസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ കേക്ക് വരുമ്പോൾ ഉള്ളിൽ അടി പറ്റും. അപ്പോൾ ഇത് കരിഞ്ഞ് ഇരിക്കുള്ളിൽ.
അത് ഒട്ടിപ്പിടിച്ചിട്ട് എന്നിട്ട് നമ്മൾ അതിൻ്റെ മേളിൽ ഈ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ മേളിൽ നമ്മൾ ബേക്കിങ്ങിൻ്റെ ബട്ടർ പേപ്പർ നമ്മൾ നിറച്ച് ഇത് അടിച്ച് വെക്കുക. അപ്പോൾ ഓയിലിൻ്റെ ഇതൊക്കെ ആകുമ്പോൾ കറക്റ്റ് ഇരിക്കും. അതിൽ ഈ കറക്റ്റ് ഷേപ്പിലാക്കുക. ഇത് ബട്ടർ പേപ്പറിൻ്റെ മേളിലും കുറച്ച് ഓയിൽ കുറച്ച് ഒഴിച്ചെടുക്കുക. ഇനി നമ്മുടെ ഈ ബാറ്റർ ഈ കേക്ക് ട്രേയിൽ ഒഴിച്ചെടുക്കുക. ഒക്കെ നന്നായിട്ട് ഇതിൽ ഒക്കെ ഫുള്ളാക്കി ഒഴിച്ചിരുന്നു. കാരണം നമുക്ക് ഏറ്റവും കുറവാണല്ലോ ആ ബേക്കിംഗ്. ഇനി അത്യാവശ്യം ഇല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ ചെയ്തതിൽ കുറച്ച് പാലൊഴിക്കുക. അപ്പോൾ കുറച്ചുകൂടി ഇതൊക്കെ ലൂസായി കട്ടിയായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ ചേർക്കതിൽ ഇപ്പോൾ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു പാക്കറ്റിന് വെച്ച് കുറച്ച് കൂട്ടി ഉണ്ടാക്കാം ഓരോ കേക്ക്. അപ്പോൾ നമുക്ക് ഇനി ഇത് ബേക്കിങ്ങിന് വെക്കാം. ഓവന് വേറെ ഒന്നും ഇത് യൂസ് ചെയ്യില്ല. ദോശയ്ക്ക് വേണ്ടി ചെയ്യുന്ന ദോശക്കല്ലിൻ്റെ മേളിലാണ് നമ്മൾ ഇത് വെക്കുന്നത്. ബേക്കിംഗ് ബോക്സ് വെച്ചിട്ടാണ് ഇതാക്കുന്നത്, ബേക്കിംഗ് ചെയ്യുന്നത്. വേറെ ഓവനും കാര്യങ്ങളൊന്നും വേണ്ട. അതാണ് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ചെയ്യാം, ഓരോ കേക്ക് ഉണ്ടാക്കാം. ഇനി ഇത് കറക്റ്റ് 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓറിയൻ്റെ ഉള്ളിലത്തെ വെള്ള ക്രീം ചെയ്ത് വെച്ചതും കുറച്ച് പാലൊഴിച്ചു, നമ്മൾ മിക്സ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ പരുവത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര എണ്ണുള്ളത് ചെറുതാണ്. നമ്മളൊരു പാക്കറ്റ് വെച്ചിട്ടാണ് ഇത്ര കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങളപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് 2 പാക്കറ്റ് കൂടി വാങ്ങിക്കുക. ബേക്കിംഗ് സോഡ ഒഴിച്ചിട്ട് ഇത്ര പൊന്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്രീമിൻ്റെ പരിപാടിയൊക്കെ നോക്കാം. ഇതപ്പോൾ കുറച്ച് നേരം ചൂടാറാൻ വേണ്ടി ഫാനിൻ്റെ ചോട്ടിൽ വെക്കുക. ഒരു 15 മിനിറ്റ് വെക്കുക. അപ്പോൾ ഇങ്ങനെ ചൂടാവും ഇത്. നമ്മളിപ്പോൾ വേറെ ക്രീം കൂടി ചേർക്കുന്നുണ്ട്, ചോക്ലേറ്റ് സോസ് എന്ന് പറഞ്ഞാൽ ഇത് തേക്കുന്നുണ്ട്. ഇപ്പോൾ കേക്കിന് ഫ്രണ്ടിൽ വയ്ക്കാതെ ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്കപ്പോൾ ആദ്യം കൊക്കോ പൗഡറും വേണം, കോൺഫ്ലവറും വേണം. ഇപ്പം നമ്മൾ കറക്റ്റ് 3 സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്തേക്കുന്നത്. ആവശ്യത്തിന് പൊടിച്ച പഞ്ചസാര ചേർക്കുക. നമ്മളത് ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ട് പഞ്ചസാര. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് പൊടിച്ച പഞ്ചസാര ചേർക്കുക. ഇനി നമ്മൾ കോൺഫ്ലവർ 2 സ്പൂൺ ചേർക്കുക. മധുരം കറക്റ്റ് സെറ്റ് ആയില്ലെങ്കിൽ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ഇനിയും ഉണ്ടാവും എന്തായാലും. അപ്പോൾ നമ്മൾ ചേർക്കുക. കളർ സെറ്റ് ആയില്ലെങ്കിൽ കൊക്കോ പൗഡർ ചേർക്കുക. കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ അതിന് പഞ്ചസാരയും ചേർക്കണം. അപ്പോൾ കോൺഫ്ലവറും കുറച്ച് അളവ് കൂട്ടണം. നേരത്തെ ഞാൻ പറഞ്ഞ ക്രീമിൻ്റെ കുഴച്ചില്ലേ, നമ്മൾ നേരത്തെ ആ ഓറിയോൻ്റെ വെള്ള ഭാഗത്തിൻ്റെ അത് നമ്മൾ ഈ ചോക്ലേറ്റ് സോസിൻ്റെ ഈ മിക്സ്ചറിൽ ഒഴിക്കുക. എന്നിട്ട് പാലൊഴിക്കുക. ആവശ്യത്തിന് കുറച്ച് പാലൊഴിക്കുക. എന്നിട്ട് നന്നായി ഇളക്കി വെക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ബ്ലാക്ക് കളറായി തുടങ്ങി കിട്ടുക. നമ്മുടെ സോസിൻ്റെ കളറായി തുടങ്ങി ബ്ലാക്ക് കളർ നന്നായി ഇളക്കി എടുക്കുക. അപ്പോൾ നമ്മൾ കട്ടിയെന്ന് തോന്നി നമുക്ക് കുറച്ച് പാലൊഴിക്കുക. കുറച്ചായിട്ട് ഒഴിക്കുക. എന്നിട്ട് നമുക്ക് അവസാനം അറിയാം സോസിൻ്റെ കൺസിസ്റ്റൻസി നല്ല കട്ട് ചെയ്യുമ്പോൾ ഒരു കൺസിസ്റ്റൻസി ആവും. അത് നമ്മുടെ ചോക്ലേറ്റ് സോസ് റെഡി ആവും. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് സോസ് നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ട്, ചീനിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊരു തിളച്ച് പൊന്തി വരണം. നമുക്ക് തിളച്ച് വറ്റിച്ച് ഒരു സോസ് കൺസിസ്റ്റൻസി രൂപത്തിലാവണ വരെ കാത്തിരിക്കാം. നന്നായി ഇളക്കണം കേട്ടോ കട്ടിയിട്ട്, കാരണം അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നമ്മുടെ സോസ് ചൂടായി കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ. നന്നായി കൈയോടെ ഇളക്കി എടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തില്ലെങ്കിൽ നന്നായിട്ട് കട്ടി പിടിക്കും. ആ ഒട്ടി പിടിക്കരുത്, പിന്നെ കിട്ടില്ല, കട്ട പോലെയാവും. നമ്മുടെ ചോക്ലേറ്റിൻ്റെ സിറപ്പല്ല സോസൊക്കെ കറക്റ്റ് ടേസ്റ്റ് ചെയ്യുമ്പോൾ ചോക്ലേറ്റ് സിറപ്പ് പോലെ തന്നെ ഉണ്ട്. ഒക്കെ ഒരേപോലെ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പഞ്ചസാര കുറവുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര പൊടി ഇടുക കേട്ടോ. നമ്മൾ ഇന്നത്തെ പൊടിച്ചിട്ട് പഞ്ചസാര ഇനി ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ ഇളക്കി കൊടുക്കുക. സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി 15 മിനിറ്റ് തണക്കണ വരെ 15 മിനിറ്റ് പിടിക്കും. ഏകദേശം 15 മിനിറ്റ് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. അപ്പോൾ എന്തായാലും ഓരോ കേക്കിന് അത്ര ആയിട്ടില്ല. ഈ സ്പഞ്ചും കാര്യങ്ങളൊക്കെ നോക്കിയാൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ കേക്കിൻ്റെ പേര് മാറ്റാം. നമുക്ക് ഇതിൻ്റെ ബ്രൗണി ആക്കാൻ പേര്. അപ്പോൾ നമുക്ക് ഇത് ബ്രൗണി ആകുമ്പോൾ അത്യാവശ്യമൊക്കെ ഇങ്ങനെ ഇരിക്കും. കാരണം നമ്മൾ ബ്രൗണി ആകുമ്പോൾ പീസായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കറക്റ്റ് ഒരു സ്ക്വയർ പീസിലാണ് നമ്മൾ ബ്രൗണി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബ്രൗണി ആക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിൽ ചോക്ലേറ്റ് സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ച് ആക്കാം ബ്രൗണി. ഓരോ കേക്ക് അങ്ങനെ ബ്രൗണി ആയി മാറി ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും നമ്മൾ ഓരോ കേക്ക് ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് വെച്ച് നമ്മൾ ബ്രൗണി ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഓരോ കേക്ക് ബ്രൗണി ആയ കഥ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ആ ചോക്ലേറ്റ് സോസ്
തടക്കണ വരെ കാത്തിരിക്കാം. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് വേറെ ട്രിക്കാണ്. നമ്മൾ കാപ്പി കലത്തിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. നമ്മളിനി ഇത് നമ്മൾ രണ്ട് ചോക്കി മിഠായി കണ്ടപ്പോൾ ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ചോക്കിയാണ്. 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ചോക്ലേറ്റിൻ്റെ ചോക്കി. അപ്പോൾ നമ്മൾ കുറച്ച് ഡബിൾ ബോയിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിലിട്ടു, പാക്കറ്റിൽ വെള്ളം കയറില്ല, ചൂടുവെള്ളത്തിലിട്ട് എന്തായാലും നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ഇളക്കിയിട്ട് അത് കറക്റ്റ് അലിഞ്ഞ് മെൽറ്റ് ആവണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്, തണുപ്പൊക്കെ കുറഞ്ഞു. അപ്പോൾ നമ്മുടെ സ്പഞ്ചിലോട്ട് ഒഴിക്കുക. അപ്പോൾ നമ്മൾ ബ്രൗണി ആക്കാൻ പോകണ ക്രേക്ക് നമ്മുടെ സ്പഞ്ചിലോട്ട് ഫുള്ള് ഈ ചോക്ലേറ്റ് സിറപ്പ് ഫുള്ള് ഇതിൽ ഒഴിക്കുക, നല്ല കറക്റ്റ് ബ്രൗണി ആവുള്ളൂ. അപ്പോൾ നമ്മുടെ ബ്രൗണിയുടെ സ്പഞ്ചിൽ നമ്മൾ ചോക്ലേറ്റ് സോസൊക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കിലോ ബ്രൗണിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചോക്കി എടുത്തതെന്ന് വെച്ചാൽ ഡിസൈൻ അടിക്കാൻ കേട്ടോ. ഈ നമ്മൾ ഡബിൾ ബോയിൽ ആയ ശേഷം നമ്മുടെ വൈറ്റും ചോക്കി എടുത്ത ആ വാനിലയുടെ ഫ്ലേവറും ചോക്ലേറ്റ് കൂടി നമ്മളിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഡിസൈൻ അടിക്കാൻ പോകാനുണ്ടോ. 2 പാക്കറ്റ് ഉണ്ട് നമുക്ക്. ഡബിൾ ബോയിൽ ആയി വരുമ്പോൾ കറക്റ്റ് ഇതുപോലെ ലൂസായി വരും. അപ്പോൾ 2 ഫ്ലേവർ കൂടി വാനില ചോക്ലേറ്റ് കൂടി ചോക്കി മിക്സ് ചെയ്തിട്ടാണ് ഫ്ലേവർ ഇട്ടത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ചോക്കിയുടെ ഇതിടാൻ. ബോയിൽ ചെയ്തിട്ട് മേളിൽ ഒഴിച്ചിട്ടാണ് ഇത്ര നല്ല ഭംഗിയിൽ കിട്ടിയത്. അത് അത്യാവശ്യം ഇട്ടിട്ട് നമ്മൾ ഈ സ്പൂൺ വെച്ചിട്ടൊരു ഡിസൈൻ ചെയ്യാണ്. ഇതുപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. കറക്റ്റ് ഇതെനിക്ക് എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയില്ല. ഇത് കറക്റ്റ് നോക്കി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കറക്റ്റ് സ്പൂൺ കൊണ്ട് വെച്ചിട്ട് ഡിസൈന് ആ അരി വെച്ചിട്ട് ഇതിൻ്റെ തുടക്കം സ്റ്റാർട്ടിങ് വെച്ചിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കറക്കി എടുക്കുക. പിന്നെ ഉള്ളിലത്തെ ചില ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നോളൂ നിങ്ങൾക്ക്. ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം അതിനോട് ബ്രൗണി സെറ്റായിട്ട് മുഴുവനായിട്ട് സെറ്റായിട്ടില്ല. അതിന് നമ്മളിത് കറക്റ്റ് ചതുരായിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം, നല്ലോണം ബ്രൗണി സെറ്റ് ആവുള്ളൂ. നമ്മുടെ സത്യമാണ് ചോക്ലേറ്റ് സിറപ്പൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഇനി കത്തി കൊണ്ട് സ്ക്വയർ ആക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നമ്മളങ്ങനെ ചോക്ലേറ്റ് ബ്രൗണി സെറ്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയിട്ട് കാണാം. കറക്റ്റ് ബ്രൗണി പോലെ ഉണ്ട്. നമ്മുടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഓരോ നിങ്ങൾക്ക് അറിയാലോ, ഓരോ കേക്ക് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നമ്മുടെ സ്പഞ്ച് ചെറുതായി പോയി. അപ്പോൾ അങ്ങനെ ബ്രൗണി സെറ്റ് ആയിട്ടുണ്ട്. ബ്രൗണി സെറ്റായതിൻ്റെ പ്രശ്നം അടിപൊളി കാണാൻ ഭംഗിയില്ലേ, ടേസ്റ്റും ഭംഗിയുണ്ട്, ടേസ്റ്റ് സൂപ്പറാവും. അപ്പോൾ കാണുമ്പോൾ ജസ്റ്റ് അങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് കഴിച്ചിട്ടില്ല, നമ്മൾ ഫുള്ളായിട്ട് കഴിച്ച് കാണിച്ചു തരാം. അപ്പം അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് അപ്പം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. നമ്മൾ കറക്റ്റ് കട്ടയുള്ളൂ. അത് പുറത്ത് വെച്ചാൽ നമ്മളിത് നമ്മുടെ ചോക്ലേറ്റ് സോസ് അങ്ങനെ മെൽറ്റായി മൊത്തം ഈ കേക്ക് ടേബിൾ മൊത്തം ഒഴുകിപ്പോവും. അപ്പോൾ നമ്മൾ ഒരെണ്ണം കഴിച്ച് ടേസ്റ്റ് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പതിവ് പോലെ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. മുകളിൽ ഊഞ്ഞാലിൻ്റെ അവിടെ നിന്നിട്ട് ഇവിടെ കഴിക്കാൻ പ്രത്യേക വൈബാണ്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ബ്രൗണിയുടെ ഒരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ടേസ്റ്റ് നോക്കി, ടേസ്റ്റ് കുറച്ച് ടേസ്റ്റ് ചെയ്തല്ലോ, മൊത്തം ടേസ്റ്റ് ചെയ്തത് ആ ചോക്ലേറ്റ് സോസിൽ വെച്ച് ടേസ്റ്റ് ചെയ്തതാണ്. പിന്നെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മൾ ഓരോ കേക്ക് അറിയാലോ, ഓരോ കേക്ക് ഉണ്ടാക്കി തുടങ്ങി ബ്രൗണി കഴിയപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് കഴിച്ചു വെക്കാം, സത്യസന്ധമായിട്ട് അഭിപ്രായം പറയാം. സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയതിനെ പൊക്കി പറയാം, സൂപ്പർ ടേസ്റ്റ്. സത്യം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങളപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണം. നമ്മൾ ചോക്ലേറ്റ് നിങ്ങൾക്ക് അറിയില്ല, ഓരോ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. നമ്മൾ ബ്രൗണി അങ്ങനെ ആയി, നമ്മൾ സ്പഞ്ച് കുറവായി നമ്മൾ ബ്രൗണി ആക്കിയത്. എന്താ ബ്രൗണി ആയ എന്താ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. നമ്മൾ ചോക്ലേറ്റ് കേക്കിനേക്കാളും ടേസ്റ്റ് ആയിട്ടുണ്ട് ബ്രൗണി. കാരണം നമ്മൾ ചോക്ലേറ്റ് സിറപ്പും പിന്നെ നമ്മുടെ ചോക്കിയുടെ ഫ്ലേവറും ഒക്കെ നമ്മൾ ചോക്ലേറ്റ് സോസിൽ മൊത്തം മുങ്ങിയിരിക്കുകയാണ്. നമ്മൾ കുറച്ച് വെച്ചിട്ട് ചതുര് കഷ്ണാക്കിയാണ് കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ഒരു 10-20 പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ട്, നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യണം.
ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാവും, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റ്, ഇത് സിമ്പിൾ റെസിപ്പിയാണ്, എളുപ്പമായിട്ട് വേറൊരു അരമണിക്കൂർ 3/4 കൊണ്ട് ഉണ്ടാക്കി കൂടി പോയി ഒരു 15-20 മിനിറ്റ് കറക്റ്റ് ഈ നമ്മുടെ സ്പഞ്ച് വേവണ ബാക്കി മിനിറ്റ് കൂട്ടിയിട്ട് ഒരു 10-20 മിനിറ്റ് കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണം. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ അടിപൊളി, നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ട്രൈ ചെയ്ത അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നമ്മുടെ ഓറിയോ കേക്ക് ബ്രൗണിയായി മാറിയ കഥയാണിത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ബെൽ ബട്ടൺ അമർത്തിയാണ് ടോൾ അമർത്തണം. നമ്മൾ ഇടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കുള്ളൂ. അപ്പോൾ ഇത്രയ്ക്ക് നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.